ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട്. ഇതെവിടെയെന്ന് പറയാൻ പറ്റുമോ? പാലക്കാട് വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് 60 കിലോമീറ്റർ ഉണ്ട് പാലക്കാട് ടൗണിൽ നിന്ന്. ഹിൽ സ്റ്റേഷനാണ് നെല്ലിയാമ്പതി. നമ്മളുടെ പാവങ്ങളുടെ ഊട്ടി എന്നാണ് കേട്ടോ പറയുക. നല്ല സമയമാണ്, ഇപ്പോൾ കാണേണ്ട സമയമാണ്, കുഴപ്പമില്ല. നല്ല ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ. മറ്റേത് മഴ വന്നാലും ഇവിടെ നന്നല്ല, കണ്ടില്ലേ റോഡ് എങ്ങനെയാണ്. അപ്പോൾ ഈ റോഡ് നെല്ലിയാമ്പതി എത്തിയതിന് ശേഷം ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നെല്ലിയാമ്പതിയുടെ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളുടെ. അത് ഞാൻ ഇതിൽ ലിങ്ക് ഇടാം, കാണണം കേട്ടോ. അപ്പോൾ ഇത് അവിടെ എത്തിയതിന് ശേഷം അന്ന് കാണാത്തൊരു സ്ഥലമാണിത്. ഇത് അതാ ആ കണ്ണുണ്ട്, അത് ജെണ്ട എന്നല്ലേ പറയുക. നമ്മളുടെ ഫോറസ്റ്റിൻ്റെ ബോർഡർ, നമ്മൾ ഫോറസ്റ്റിലേക്കുള്ള ബോർഡർ ലൈൻ മാതിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാണ് ജെണ്ട. നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, പിരമിഡ് മാതിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഇത് ഫോറസ്റ്റ് ഓഫീസാണ്, ഇതിന്ന് പെർമിഷൻ എടുത്തിട്ട് വേണം പോവാൻ. ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പീക്ക്, ഒരു പോയിന്റ് ഉണ്ട്, വ്യൂ പോയിന്റ്സ് ഉണ്ട് രണ്ട് മൂന്നെണ്ണം. അപ്പോൾ അത് കാണാം, അന്ന് കണ്ടില്ല. അപ്പോൾ അതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ജീപ്പിൽ നമ്മൾക്ക് ഷെയർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ആ വ്യൂ പോയിന്റുകളാണ്, അതാണ്ട് ജെണ്ട കണ്ടില്ലേ, ഇങ്ങനെ പിരമിഡ് മാതിരി ഇങ്ങനെ ഉണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഫോറസ്റ്റാണ്, അവിടേക്ക് പോകാൻ പാടില്ല നമ്മൾ. ഇപ്പം ജീപ്പിൽ മാത്രമേ ഈ വ്യൂ പോയിന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ വെച്ചിട്ടാണ് ഭ്രമരം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. മോഹൻലാൽ ഇങ്ങനെ ആ കയറ്റി ഇങ്ങനെ കൊണ്ടുപോയി നിർത്തില്ലേ ജീപ്പ്, അത് ഇതാ ജെണ്ടകൾ കണ്ടില്ലേ. ഇവിടുന്ന് അങ്ങോട്ട് എന്താ റോഡ് കണ്ടില്ലേ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഫുൾ അടിമുടി ആടും ഇതിൽ കൂടെ പോകുമ്പോൾ, ഇളകും ഇട് എല്ലാം. ഇനി ഇളകാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ എല്ലുകളൊക്കെ ഇങ്ങനെ ഇളകിയ മാതിരി തോന്നും. അത്ര ഗംഭീരമാണ് ഇതിൽ പോവല്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ആ കുട്ടി ദിവസം 2-3 തവണ ഡ്രൈവ് ചെയ്യൂത്രേ ഈ സ്ഥലത്തേക്ക്, നമ്മളെ കൊണ്ടുപോകുന്ന കുട്ടിയെ. അപ്പോൾ കണ്ടില്ലേ അങ്ങടെ കാടാണ് മുഴുവന്. അപ്പോൾ ഈ നെല്ലിമരങ്ങളുടെ കാടാണ്, അതാണ് നെല്ലിയാമ്പതി എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. നെല്ലിമരങ്ങളാണ് ഏറ്റവും കൂടുതൽ. ആനയുണ്ട്, മാനുകൾ ഇറങ്ങും, വഴിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കാട്ടുപോത്ത് എല്ലാം ഉണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി ഞങ്ങൾ ആകെ കണ്ടത് എന്തറിയോ, 2 നായ്ക്കളെ കണ്ടു. ഇതാണ് ഞാൻ ആദ്യം നമ്മൾ കണ്ട സ്ഥലം കേട്ടോ. ആ ദൂരത്ത് കാണുന്ന വൈറ്റ് ഇതൊക്കെയാണ് പോപ്സ് എസ്റ്റേറ്റിൻ്റെ ബിൽഡിങ്സ് ആണ് ആ കാണുന്നത് മുഴുവൻ. ടീ എസ്റ്റേറ്റേ കണ്ടില്ലേ, എന്താ വെയിലും അതെ ഗംഭീര കാറ്റും. ചൂളങ്ങനെ അടിക്കുകയാണ് ചെവി കൂടെ. അത്ര ഉയരത്തിലാണ് കേട്ടോ അപ്പം നിൽക്കണതേ. അതുകൊണ്ടാ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അപ്പോൾ പറഞ്ഞതൊക്കെ പോയി. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് പറഞ്ഞ് കൂട്ടാമെന്ന് മാത്രം, അത് മുഴുവൻ കളഞ്ഞിട്ടേ. അതൊക്കെ പോപ്പ് എസ്റ്റേറ്റിൻ്റെ ബിൽഡിങ്സ് ആണ് അത്രയും ദൂരത്ത് കാണുന്നത്. അപ്പോൾ ആ മുമ്പത്തെ വീഡിയോ കാണണം കേട്ടോ, അതെല്ലാം നെല്ലിയാമ്പതി മുഴുവൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റ് മാത്രം. ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോണു എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാനും കൂടി ഇങ്ങോട്ട് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു മാത്രം. ഒരു കുഞ്ഞൻ വീഡിയോ കേട്ടോ, കൂടുതലൊന്നുമില്ല. കണ്ടില്ലേ കാട് കാണുന്നത്, ഫുള്ള് കാടാണ്. കാടല്ലാത്ത സ്ഥലത്ത് രണ്ടാമത്തെ വ്യൂ പോയിന്റ് എത്തി കേട്ടോ. ഇവിടെയാണ് ആ ഫിലിം ഷൂട്ടിംഗ് നടന്നത്. ഇത് മുമ്പേ വന്ന് നിൽക്കുന്ന ജീപ്പാണ്, നമ്മളുടെ ജീപ്പല്ല. ആ കാണുന്നത് മുഴുവൻ തമിഴ്നാട് ബോർഡറുള്ള ഫുൾ മരങ്ങളാണ്, വെസ്റ്റേൺ ഗാർഡ്സ് മലകൾ കേട്ടോ. ആ കാണുന്ന കാടാണ് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ്. ആ ദൂരത്ത് കാണുന്ന കാട് മുഴുവന് ദൂരത്ത് കേട്ടോ. ഇത് ഈ മുനമ്പിൽ നിൽക്കണതേ. നമ്മളെ ആ ദൂരത്ത് കാണുന്ന കാടാണ് പറമ്പിക്കുളം എന്ന് പറയുന്നത്. പാലക്കാട്ടിൽ തന്നെയാണത്, അത് തമിഴ്നാട് ബോർഡർ. അപ്പോൾ ഇതാകണ്ടില്ലേ പാറകളൊക്കെ, അങ്ങനെ പഴയ പാറകൾ. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമ്മളുടെ ഇവിടെയാണ് ആ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങിയത്. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു ആ ഫിലിമിൽ കാണാൻ. അതല്ലേ ഞങ്ങൾ വന്ന് ജീപ്പാവൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതേമാതിരി, മോഹൻലാൽ നിർത്തിയ മാതിരി നിർത്തിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ് അവിടെ. ഭയങ്കര സ്റ്റൈല്, അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ചെറിയ കുട്ടിയാ, 22 വയസ്സുള്ള ആളാണ് ഇപ്പോൾ ഇത്രയും വലിയ സർക്കസ് കാണിക്കുന്നത് കേട്ടോ ജീപ്പിൽ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ വന്ന ആൾക്കാരൊക്കെ അവിടെ ഓരോ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാട്ടുപോത്തിൻ്റെയാണോ ചാണകം അതോ പശുവിൻ്റെയാണോ എന്നറിയില്ല. അപ്പം അങ്ങനെ. അപ്പോൾ ഇവിടെ വരേണ്ട സമയമാണിത്. മഴക്കാലത്ത് വരാൻ പറ്റില്ല എന്ന് വഴി കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഇതുണ്ട് പാറ, എത്ര പഴയ പാറയായിരിക്കും, വെള്ളമൊഴുകി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻസൊക്കെ നോക്കിയിട്ടല്ലേ പാറയുടെയൊക്കെ പഴക്കം മനസ്സിലാക്കുക അല്ലേ, വയസ്സ് മനസ്സിലാക്കുക അല്ലേ. കണ്ടില്ലേ ആ കാട് കാണുന്നതാണ്. ഞാൻ ആ പറമ്പിക്കുളം ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞിട്ടേ അറ്റത്ത് വന്നിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഈ സമയത്ത് നല്ല മര്യാദ ഇവിടെ വരാൻ, നല്ല സമ്മറല്ലേ, അല്ലെങ്കിൽ ആ വഴി മുഴുവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തന്നെ ഇങ്ങനെ വരാൻ ആടിയുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് എങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യൂ പോയിന്റ്. ഇനി ഒന്നും കൂടി ഉണ്ട്, അത് ഒരുപാട് ഉയരത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. പിന്നെ അത് പോണില്ല.
അപ്പോൾ ഇതാ കണ്ടില്ലേ കുട്ടികൾ ആ മോഹൻലാലിൻ്റെ സ്റ്റൈലിൽ അങ്ങനെ നിർത്തിയിരിക്കില്ലേ, അപ്പോൾ അവിടേക്ക് ഇരുന്നിട്ട് വന്ന കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ വരേണ്ടവരൊക്കെ ഈ സമയത്ത് വരാം. പിന്നെ നോ സ്മോക്കിംഗ്, നോ ആൽക്കഹോൾ, നോ ലിറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. നിറയെ പ്ലാസ്റ്റിക് കുപ്പികളും ബിയർ കുപ്പികളും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ തേനീച്ചയുടെ ഒരു കൂട് അങ്ങനെ ഒന്നിച്ചിങ്ങോട്ട് വന്നു എൻ്റെ അടുത്ത് കൂടെ. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, അപ്പോൾ എന്നോട് അങ്ങനെ തന്നെ നിൽക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതെല്ലാം കുത്തൂത്രേ. അപ്പം മിണ്ടാണ്ട് നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കടന്നങ്ങോട്ട് പോകും. അത് ഇതിൽ കണ്ടില്ല കേട്ടോ, ഇതിൽ നേരെ കാണാൻ പറ്റണില്ല. അത്രയല്ലേ ഉണ്ടാവുള്ളൂ തേനീച്ച. ഒന്നിച്ചൊരു ഗ്രൂപ്പ് അങ്ങനെ എന്നെ കടന്നങ്ങോട്ട് പോയി. കണ്ടില്ലേ എന്താ ലിറ്ററിങ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ വല്ല വന്യമൃഗങ്ങൾ തിന്നും പറഞ്ഞിട്ടാണേ, പ്ലാസ്റ്റിക് അല്ലേ. എന്നാൽ ശരി കേട്ടോ, ടാറ്റാ, പിന്നെ കാണാം.